ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് മൊഡ്യൂൾ 3ലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് അഡ്രസ് സ്പേസ്? അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത് OS ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫിസിക്കൽ മെമ്മറിയിലെ ഒരു അബ്സ്ട്രാക്ഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സിംപ്ലിഫൈ മെമ്മറി യൂസേജ് ആൻഡ് പ്രൊവൈഡ് ആൻ ഇല്യൂഷൻ ഓഫ് പ്രൈവറ്റ് മെമ്മറി. വാട്ട് ഈസ് ദ റോൾ ഓഫ് മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ്? മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ ഡിവൈസ് ആണ്. It transforms virtual address generated by the CPU into a physical address on every memory reference. ഇനി എന്താണ് ബേസ് ആൻഡ് ലിമിറ്റ് രജിസ്റ്റേഴ്സ്? ബേസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്റ്റാർട്ടിംഗ് ഫിസിക്കൽ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യുന്നതാണ് ബേസ് രജിസ്റ്റർ. ലിമിറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ സൈസ് ഓഫ് ദ റേഞ്ച് ആണ് ലിമിറ്റ് രജിസ്റ്റർ. ഇറ്റ് യൂസ്ഡ് ഫോർ ഹാർഡ്വെയർ അഡ്രസ് പ്രൊട്ടക്ഷൻ. ഇനി എന്താണ് പേജിംഗ്? പേജിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു മെമ്മറി മാനേജ്മെന്റ് ടെക്നിക്കാണ്. It eliminates external fragmentation by dividing physical memory into fixed size frames and logical memory into pages. Physical memory fixed size ഫ്രെയിംസും ലോജിക്കൽ മെമ്മറി പേജസുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ പേജിങ്ങിനെ എലിമിനേറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ അല്ലെങ്കിൽ TLB? It's a small, fast hardware cache inside the CPU that stores recent virtual to physical address translations to speed up memory access. മെമ്മറി ആക്സസിനെ സ്പീഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് CPU-ന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ക്യാഷ് ആണ്. ഇറ്റ്സ് എ ഫാസ്റ്റ് ഹാർഡ്വെയർ ആൻഡ് ഇറ്റ് സ്റ്റോർസ് റീസെന്റ് വിർച്വൽ ടു ഫിസിക്കൽ അഡ്രസ്സസ്. ഇനി പ്രസന്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വെദർ എ പേജ് ഇസ് കറന്റ്ലി ഇൻ മെമ്മറി ഓർ ഹാസ് ബീൻ സ്വാപ്ഡ് ഔട്ട് ടു ഡിസ്ക്. ഇപ്പം മെമ്മറിയിൽ ഒരു പേജ് ഉണ്ടോ അതോ ഇത് ഡിസ്കിലേക്ക് മാറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഡിക്കേഷൻ തരുന്ന ഒരു ബിറ്റാണ് പ്രസന്റ് ബിറ്റ്. ഇനി എന്താണ് പേജ് ഫോൾട്ട്? പേജ് ഫോൾട്ട് ഒക്കർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രോസസ്സർ ഈസ് അറ്റംപ്റ്റ് ടു ആക്സസ് എ പേജ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ഇറ്റ്സ് അഡ്രസ് സ്പേസ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് കറന്റ്ലി ഇൻ റാം. അതായത് നമുക്കൊരു അഡ്രസ് സ്പേസ് തന്നിട്ടുണ്ട്, അത് നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് റാമിൽ കറന്റ്ലി ഇല്ല എങ്കിൽ അത് മെയിൻ മെമ്മറി പോയിട്ട് അഡ്രസ് സ്പേസ് കളക്ട് ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടാകുന്നതാണ് പേജ് ഫോൾട്ട്. ഡിഫൈൻ സ്വാപ്പിംഗ്. സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടെമ്പററി മൂവിങ് എ പ്രോസസ് ഫ്രം മെയിൻ മെമ്മറി ടു സെക്കൻഡറി സ്റ്റോറേജ് ടു ഫ്രീ അപ്പ് റാം ഫോർ അതർ പ്രോസസ്. അത് പ്രോസസ് റാമിൽ റൺ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ യൂസ് ചെയ്യാത്ത മെമ്മറിയെ ടെമ്പററി മെയിൻ മെമ്മറിയിൽ നിന്ന് സെക്കൻഡ് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിനാണ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഗോൾസ് ഓഫ് വിർച്വൽ മെമ്മറി? വിർച്വൽ മെമ്മറിയുടെ ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പെറൻസി, എഫിഷ്യൻസി ആൻഡ് പ്രൊട്ടക്ഷൻ. ഇറ്റ് ഐസൊലേറ്റ്സ് ബിറ്റ്വീൻ ദ പ്രോസസ്സസ്. 9 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് കുറച്ച് ഞാൻ അവിടെ ബ്രീഫായിട്ട് തന്നിട്ടുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടില്ല. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് അഡ്രസ് ട്രാൻസ്ലേഷൻ ഇൻ പേജിംഗ് വിത്ത് എ നീറ്റ് ഡയഗ്രാം. അതിനൊരു ഡയഗ്രാം ഉണ്ട്, അത് പഠിക്കണം. ഇനി ഡീറ്റെയിൽഡ് ആൻസറിൽ നമ്മൾ കൊടുക്കേണ്ട മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഡിസ്ക്രൈബ് ഹൗ ദ CPU ജനറേറ്റ്സ് എ ലോജിക്കൽ അഡ്രസ്. അതായത് പേജ് നമ്പർ പ്ലസ് ഓഫ്സെറ്റ് അങ്ങനെ അഡ്രസ് ജനറേറ്റ് ചെയ്യുന്ന കുറച്ച് ലോജിക്കൽ അഡ്രസ്സസിനെ ജനറേറ്റ് ചെയ്യുന്ന CPU-ന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഡിസ്ക്രൈബ് ചെയ്യണം. And then how the memory management unit the page table to find the corresponding frame number in physical memory. ഇനി അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ് ഫിസിക്കൽ അഡ്രസ് ഈസ് ഈക്വൽ ടു ഫ്രെയിം നമ്പർ ഇൻറ്റു പേജ് സൈസ് പ്ലസ് ഓഫ്സെറ്റ്. Describe the structure and operation of a translation look aside buffer. Discuss TLB hits and misses. അപ്പോൾ നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് explain why TLBs are needed. It's to avoid two memory access per data request. നമ്മൾ നേരത്തെ കണ്ടു അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഇനി ഡീറ്റെയിൽ ദ സ്റ്റെപ്സ് ഓഫ് എ TLB ഹിറ്റ് വേഴ്സസ് എ TLB മിസ്. അതായത് TLB ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി മെമ്മറിയിൽ ഉണ്ടാവും, അപ്പോൾ അവിടെ നമുക്ക് മെമ്മറി ആക്സസ് ടൈം എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി നമുക്ക് TLB മിസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പേജ് ടേബിളിൽ പോയി ലുക്കപ്പ് ചെയ്ത് മെമ്മറിയിലേക്ക് കൊണ്ടുവന്ന് ആ TLBയിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ മെമ്മറി ആക്സസ് ടൈം ഇൻക്രീസ് ചെയ്യും. So discuss details the steps of TLB hit and TLB miss. Then explain segmentation in detail. How does it differ from paging? അവിടെ നമ്മൾ കൊടുക്കേണ്ട ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്കസ് സെഗ്മെന്റേഷൻ ആസ് എ വേരിയബിൾ സൈസ് പാർട്ടീഷൻ സ്കീം. Explain how it uses segment numbers and offsets for translation. Mention advantages like protection and sharing and the disadvantages of external fragmentation. പേജിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു, അതിന് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഉണ്ട്,
ഫിക്സ്ഡ് സൈസ്ഡ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ അത് വേരിയബിൾ സൈസ്ഡ് പാർട്ടീഷൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഡിസ്കസ് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതംസ് FIFO, LRU and optimal with an example. ഫസ്റ്റ് നമ്മൾ FIFO എന്താണെന്ന് എഴുതണം. FIFO means first in first out. It replaces the oldest page. LRU, least recently used. It replaces the page that is not used for the longest time. And optimal means it replaces the page that will not be used for the longest period in the future. നമ്മൾ ഫ്യൂച്ചറിൽ അധികം യൂസ് ചെയ്യാത്ത പേജിനെ ആയിരിക്കും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് ഒപ്റ്റിമലിന്. ഇവിടെ നമുക്ക് എന്തായിരിക്കും തരുന്നത്? എന്തെങ്കിലും ഒരു റെഫറൻസ് സ്ട്രിങ് തന്നിട്ടുണ്ടാവും. ആ റെഫറൻസ് സ്ട്രിങ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ FIFO, LRU ആൻഡ് ഒപ്റ്റിമൽ അൽഗോരിതംസ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഫോർ ഹാൻഡ്ലിംഗ് എ പേജ് ഫോൾഡ്. പേജ് ഫോൾഡ് ഞാൻ നേരത്തെ പറഞ്ഞു, പേജ് മെമ്മറിയിൽ ഇല്ലാതെ CPU ആദ്യമേ ഡിറ്റക്ട് ചെയ്യും. പിന്നെ അതിന് വാലിഡിറ്റി ആക്സസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതിനുശേഷം അവിടെ ഉള്ളത് ഒരു ഫ്രീ ഫ്രെയിം കണ്ടുപിടിക്കും. ആ ഫ്രീ ഫ്രെയിമിലേക്ക് ഡിസ്കിൽ നിന്ന് ആ പേജിനെ ലോഡ് ചെയ്യും. ലോഡ് ചെയ്തതിനു ശേഷം പേജ് ടേബിളിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ശേഷം വീണ്ടും ഇൻസ്ട്രക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യും. ഹൗ ക്യാൻ വി റെഡ്യൂസ് ദി സൈസ് ഓഫ് പേജ് ടേബിൾസ്? എക്സ്പ്ലെയിൻ വിത്ത് മെത്തേഡ്സ്. ഇതും 9 മാർക്കിന് ചോദിക്കാം, 3 മാർക്കിനും വേണമെങ്കിൽ ചോദിക്കാം. നമ്മൾ ബിഗർ പേജസ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പേജ് ടേബിളിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. It reduces total entries but increases internal fragmentation. പിന്നെ ഹൈബ്രിഡ് അപ്രോച്ച് ഉണ്ട്, കമ്പൈനിങ് പേജിംഗ് ആൻഡ് സെഗ്മെന്റേഷൻ. Multi-level page tables. It divides the table into levels, so only active parts are stored in the memory. So അത്രയാണ് മൊഡ്യൂൾ 3ലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. താങ്ക് യു.